2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും പുറത്തുവന്നതിന് പിന്നാലെ പത്തനാപുരത്ത് രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. പത്തനാപുരത്തെ അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ UDF-നും BJP-ക്കുമെതിരെ ഡീൽ ആരോപണവുമായി മുൻമന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഗണേശിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് പത്തനാപുരത്തെ പുതിയ MLA ജ്യോതികുമാർ ചാമക്കാല. തോറ്റതോടെ ഗണേഷ് കുമാറിന്റെ സമനില തെറ്റിയെന്നും BJP-യുടെ വോട്ട് കുറഞ്ഞെന്ന് പറയുന്ന ഗണേഷ് കുമാർ LDF-ന്റെ വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ട് കാണുന്നില്ലെന്നും ചാമക്കാല ചോദിക്കുന്നു. പത്തനാപുരത്ത് പതിറ്റാണ്ടുകൾ നീണ്ട ഗണേഷ് കുമാറിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് അട്ടിമറി വിജയം നേടിയതിന് പിന്നാലെ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. പരാജയഭീതിയിൽ ഗണേഷ് കുമാർ ഉന്നയിക്കുന്ന UDF-BJP ഡീൽ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാൽ രംഗത്തെത്തിയിരിക്കുന്നത്. തോറ്റതോടെ ഗണേഷ് കുമാറിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. കണക്കുകൾ പറയുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണമെന്നാണ് ചാമക്കാലയുടെ നിലപാട്. BJP-യുടെ വോട്ട് കുറഞ്ഞെന്ന് ആവർത്തിക്കുന്ന ഗണേഷ് LDF-ന്റെ വോട്ടിലുണ്ടായ ഈ വൻ ഇടിവ് എന്തുകൊണ്ട് കാണുന്നില്ലെന്ന് അദ്ദേഹം ചോദിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ പത്തനാപുരത്ത് UDF-ന് 8% വോട്ടിന്റെ കുറവാണ് ഉണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം UDF-ന് ഇത്തവണ 18,000 വോട്ടുകളുടെ വർധന ഉണ്ടായതായും ചാമക്കാല വ്യക്തമാക്കി. വെറും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം കണക്കുകൾ നിരത്തി സംസാരിക്കാൻ ഗണേഷ് കുമാറിനെ ചാമക്കാല പരസ്യമായി സംവാദത്തിന് ക്ഷണിക്കുകയായിരുന്നു. BJP-യുടെ മാത്രമല്ല LDF-ന്റെ വോട്ടുകളും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന ചാമക്കാല ഗണേഷ് കുമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. പത്തനാപുരത്തെ പരാജയം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ജ്യോതികുമാർ ചാമക്കാല കൂട്ടിച്ചേർത്തു. പത്തനാപുരത്തെ അപ്രതീക്ഷിത പരാജയം ഉൾക്കൊള്ളാൻ LDF ക്യാമ്പിന് ഇനിയും സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയും LDF സ്ഥാനാർത്ഥിയായിരുന്ന KB ഗണേഷ് കുമാറും തന്റെ പരാജയത്തിന് പിന്നിൽ വ്യക്തമായൊരു ഡീൽ ഉണ്ടെന്ന് ആരോപിക്കുകയാണ്. UDF-ഉം BJP-യും തമ്മിൽ വോട്ടുകൾ മറിക്കാൻ രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് കണക്കുകൾ നിരത്തിയാണ് ഗണേഷ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. BJP-യുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വൻ ഇടിവാണ് ഗണേഷ് കുമാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. BJP ജയിച്ച പല വാർഡുകളിലും ഇത്തവണ വോട്ട് വിഹിതം 2 അക്കത്തിൽ ഒതുങ്ങിയെന്നാണ് ഗണേഷ് കുമാർ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് NDA സ്ഥാനാർത്ഥി സജീവമല്ലായിരുന്നുവെന്നും BJP-യുടെ വോട്ടുകൾ ആസൂത്രിതമായ UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ പെട്ടിയിലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 23,000 വോട്ട് നേടിയ BJP-ക്ക് നിയമസഭയിൽ വെറും 7,000 വോട്ടിന് ചുരുങ്ങേണ്ടി വന്നത് ഡീൽ ഉറപ്പായതുകൊണ്ടായിരുന്നെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കഴിഞ്ഞ 25 വർഷമായി തനിക്ക് ലഭിച്ചിരുന്ന LDF വോട്ടുകൾ എവിടെയും പോയിട്ടില്ലെന്നും BJP-യുടെ വോട്ട് മറിഞ്ഞതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നും ഗണേഷ് കുമാർ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ രാഷ്ട്രീയമായ സമനില തെറ്റിയവരുടെ വിലാപമായിട്ടാണ് UDF കാണുന്നത്. പത്തനാപുരത്തെ ഈ അട്ടിമറി വിജയം കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. 1/4 നൂറ്റാണ്ടുകാലം ഗണേഷ് കുമാർ എന്ന കരുത്തിന് നൽകിയ പിന്തുണ ഇത്തവണ പത്തനാപുരം മാറ്റി ചിന്തിച്ചിരിക്കുന്നു. എന്നാൽ ഈ മാറ്റത്തെ ജനാധിപത്യപരമായി ഉൾക്കൊള്ളുന്നതിന് പകരം ഡീൽ ആരോപണങ്ങളുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വരും ദിവസങ്ങളിലും പ്രക്ഷുബ്ധമാക്കി തുടരുന്നതിന്റെ സൂചനയാണ്. തദ്ദേശീയ തെരഞ്ഞെടുപ്പിലെ BJP വോട്ടുകൾ എവിടെ പോയി എന്ന ഗണേഷ് കുമാറിന്റെ ചോദ്യവും LDF-ന്റെ 8% വോട്ട് എവിടെ പോയി എന്ന ജ്യോതികുമാർ ചാമക്കാലയുടെ ചോദ്യവും പത്തനാപുരത്തെ പോർമുഖത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വോട്ട് മറിഞ്ഞതാണോ അതോ ജനവികാരം മാറിയതാണോ എന്ന ചർച്ചകൾ മണ്ഡലത്തിലെ അണികൾക്കിടയിൽ ഇപ്പോഴും സജീവമാണ്. വികസന മുരടിപ്പാണോ അതോ ഭരണവിരുദ്ധ വികാരമാണോ ഗണേശനെ വീഴ്ത്തിയതെന്ന കൃത്യമായ വിശകലനത്തിലേക്ക് മുന്നണികൾക്ക് കടക്കേണ്ടി വരും.